കാസയുടെ നേതൃത്വത്തിൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഒരുപാട് ധർണകൾ സംഗതികളൊക്കെ നടത്തുന്നുണ്ട്. കാസ കുറച്ചുകൂടെ ആഞ്ഞു പിടിച്ചിറങ്ങിയിട്ടുണ്ട്. എന്താണ് ആഞ്ഞു പിടിച്ചിറങ്ങാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന കാസ ഉദ്ദേശിച്ചതുപോലെ മുനമ്പം തിളയ്ക്കുന്നില്ല. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. വാരാപ്പുഴ അതിരൂപതയുടെ ബിഷപ്പും അതുപോലെ മുസ്ലിം സംഘടനകളും സർക്കാരുമൊക്കെ ഇതിൽ ഏകോപിച്ച് ഒരു സമീപനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളും അതിനുവേണ്ടിയുള്ള ജുഡീഷ്യൽ കമ്മീഷൻ്റെ രൂപീകരണവും അടക്കമുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ഉദ്ദേശിക്കുന്ന പോലെ കത്തുന്നില്ല. അതുണ്ടാക്കുന്ന അസ്വസ്ഥത ചെറുതല്ലെന്ന് നമുക്കറിയാവുന്ന സംഗതിയാണല്ലോ ഇത്. ചില മനുഷ്യർക്കും ഉണ്ടല്ലോ ഇങ്ങനെ ചില ശീലം. മരുമകളെയും മോനെയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി ചില വിഷം വെച്ച ശേഷം അല്ലെങ്കിൽ എലിപ്പത്തായം പൂട്ടി വെച്ച ശേഷം നോക്കിയിരിക്കുന്ന ചില അമ്മായിയമ്മമാരുണ്ട്. അവരുദ്ദേശിക്കുന്നത് പോലെ അതിൽ വീണില്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന ഒരു പെടപെടപ്പ്, കെതകെതപ്പ്, കുരുകുരുപ്പ്, കുനുകുനുപ്പ് അങ്ങനെയുള്ള വ്യത്യസ്തമായ ഐറ്റങ്ങളുണ്ട്. അത്തരം ഐറ്റത്തിൻ്റെ വിഷമത്തിലാണ് കാസ. അതുകൊണ്ടാണ് സായാഹ്ന ധർണ, അല്ലാത്ത ധർണ, പിന്നെ അടക്കമുള്ള വിവിധങ്ങളായ സെമിനാറുകൾ, അത്തരം കാര്യങ്ങൾ ഒക്കെ സംഘടിപ്പിക്കുന്നത്. ഈ സെമിനാറുകളും ഇത്തരം കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കുമ്പോൾ എനിക്ക് വിനീതമായി കാസയോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഈ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ നീതിക്കും ന്യായത്തിനും വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങൾ വേറെ ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിലൊന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വർഷങ്ങളായി ഈ വരാപ്പുഴ അതിരൂപതയുടെ സാധുജന സംഘം കരമടച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം. 1969 മുതൽ തീറാധാരം കിട്ടി കരമടച്ചുകൊണ്ടിരിക്കുന്ന 3.18 ഏക്കർ സ്ഥലത്ത് ഈ പറയുന്ന സാധുജന സഹായ നിധി അല്ലെങ്കിൽ ആ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കിപ്പം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, നോട്ടീസ് മാത്രമല്ല അവിടെ കൊടുത്തിരിക്കുന്നത്, അവിടെ വിജിലൻസ് അന്വേഷണവും പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും രേഖകൾ തിരുത്തിയാണോ ഇങ്ങനെ ആക്കിയെടുത്തത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ആ വിഷയത്തിൽ നിങ്ങളൊരു സെമിനാർ സംഘടിപ്പിക്കണം, അല്ലെങ്കിൽ അതിനോടുള്ള ഒരു അഭിപ്രായം നിങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിനിടയിൽ നിങ്ങൾ അറിഞ്ഞു കാണുമെന്നറിയില്ല, നമ്മുടെ മദ്രാസ് ഹൈക്കോടതി വളരെ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പൊതുവേ ഈ കോടതികളിൽ നിന്നൊക്കെ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടാകുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കോടതി ചോദിച്ചിരിക്കുന്നത് 19-ാം തീയതി ഉണ്ടായ വിധിയാണ്. ചോദിച്ചിരിക്കുന്നത് ബ്രിങ്ങിങ് ഇൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ടു റെഗുലേറ്റ് ചർച്ച് പ്രോപ്പർട്ടീസ് സീക്ക് സെൻറ്റർ സ്റ്റാൻഡ്. ഇത് ലൈവ് ലോയിലുണ്ട് ഇതിൻ്റെ വ്യക്തമായ വാർത്ത. അതായത് മുസ്ലിങ്ങളെപ്പോലെ ഹിന്ദുക്കളെപ്പോലെ ചർച്ചിനും ഇത് റെഗുലേറ്റ് ചെയ്യാൻ ഒരു നിയമപരമായ ബോഡി ആവശ്യമല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ക്രൈസ്തവ മതവുമായി ബന്ധപ്പെട്ട ഒരു കേസിലാണ് അതിൽ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. ബിഷപ്പ് ഡിസിഷൻ, അതായത് ഒരു ബിഷപ്പ് സെക്രട്ടറി കം കറസ്പോണ്ടൻ്റായി ഒരു ഓട്ടോണമസ് കോളേജിൽ ഒരാളിനെ നിയമിച്ചത് തടഞ്ഞുകൊണ്ടിറക്കിയ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആ ക്രൈസ്തവ മതവിശ്വാസിയായ മനുഷ്യൻ തന്നെ കോടതിയിൽ പോയ വിഷയത്തിലാണ് ഈ പറയുന്ന തരത്തിലുള്ള ഒരു വിധി വന്നിരിക്കുന്നത്. ആ വിധിയിൽ വളരെ വ്യക്തമായി ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ വിശ്വാസികളുടെ സ്ഥലവും അല്ലെങ്കിൽ കാശും ഒക്കെ എടുത്ത് വ്യക്തിപരമായി ഓരോരുത്തർ ഉപയോഗിക്കുന്നുവെന്നും ഒക്കെ പറഞ്ഞിട്ടാണ്. അതായത് ജസ്റ്റിസ് എൻ സതീഷ് കുമാറാണ് അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതിൽ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, ആ വിശ്വാസ സമൂഹത്തിന് ഹർട്ടാകുന്ന, ബുദ്ധിമുട്ടാകുന്ന ഒരു സംഗതിയും ചെയ്യരുതെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഈ വഖഫ് ഭേദഗതി നല്ലതാണ്, വഖഫ് പോലൊരു നിയമം ആവശ്യമാണെന്നും പറഞ്ഞ് ഈ ക്രൈസ്തവ മതവിശ്വാസികളായ പാവങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കാസയിലൂടെ പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ബഹുമാന്യരായ ബിഷപ്പുമാരും മതവിശ്വാസികളും മനസ്സിലാക്കേണ്ടത്, അങ്ങനെ വേറൊരാൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതല്ലേ എന്ന് അവസാനം ചോദിക്കാനാണ്. അതായത് ഇപ്പം നിങ്ങളെല്ലാവരും കൂടി പറയുന്നു വഖഫ് ഭേദഗതി നല്ലതാണ്, വഖഫ് നിയമം ഇങ്ങനെ പാടില്ല, അല്ലെങ്കിൽ വഖഫ് അങ്ങനെ പാടില്ല, ഇങ്ങനെ പാടില്ല എന്ന് പറയുമ്പോൾ, എന്നാൽ അത് നല്ലതാണെന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ നിങ്ങൾക്കും ഇരിക്കട്ടെ എന്നും പറഞ്ഞ് അത് നിങ്ങൾക്ക് കൂടി തരാനാണ് എന്നുള്ള ബോധം ഉണ്ടാവണം. അപ്പോൾ ആ വിഷയത്തിൽ സ്വാഭാവികമായും ഒരു സെമിനാർ സംഘടിപ്പിച്ച് ഇതേ രാധാകൃഷ്ണൻ അവറുകളെയും അതുപോലുള്ള ആളുകളെയും ഞങ്ങളുടെ AP അഹമ്മദ് മാസ്റ്ററേയും വിളിക്കണം. അദ്ദേഹമൊക്കെ ഇപ്പോൾ ഒരു മാർഗ്ഗവും ഇല്ലാതിരിക്കുക. പേർഷെ പോയിട്ട് എല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് സംഘടിപ്പിച്ച് പിരിച്ചാണ് പുള്ളിയെ നാട്ടിലെത്തിച്ചത്. അപ്പോൾ പുള്ളി ഇപ്പോൾ എങ്ങും ഒരു എടുക്കാച്ചരക്കായിട്ടിരിക്കുമ്പം സാഹിത്യത്തിലും വിൽക്കുന്നില്ല, ഒരുപാട് സ്ഥലത്ത് ഭാഗ്യപരീക്ഷണം നടത്തി നോക്കി, എങ്ങും വിൽക്കുന്നില്ല. അപ്പോൾ പിന്നെ അതുകൊണ്ട് നിങ്ങളെടുത്ത് അതൊരു വിലയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് പോകണം. ഒന്നും അല്ലെങ്കിൽ എന്നും വീട്ടിലിരുന്നാൽ
ആ മുറിയിൽ കാറ്റ് കയറില്ല. അതുകൊണ്ട് നിങ്ങൾ കൊണ്ട് നടക്കണം. അദ്ദേഹത്തെയൊക്കെ വിളിച്ച് ഇതിനെക്കുറിച്ചൊരു ചർച്ച വെക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ മൂന്നാമത്തത്, ഈ ക്രിസ്തുമസ് സ്റ്റാറിന് പകരം മകരകാലത്തെ അയ്യപ്പൻ്റെ പടമുള്ള ഒരു സംഗതി തൂക്കാൻ ഹിന്ദുക്കൾ തയ്യാറാകണമെന്നും ക്രിസ്ത്യാനികളുടെ സ്റ്റാർ തൂക്കരുതെന്നും പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ട്. അതിനെക്കുറിച്ചും കാസ ഒരു സെമിനാർ വെക്കണം. ഞാൻ പറയുന്നത്, കാസ നിങ്ങളെ സ്പോൺസർ ചെയ്തിരിക്കുന്നവരടുത്തോട് പറയണം, ഞങ്ങൾക്ക് ഇങ്ങനെയും കൂടെ ഒക്കെ ചെയ്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാനൊക്കത്തില്ല, അതുകൊണ്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞെങ്കിലും ചെയ്യാൻ തയ്യാറാകണം. ലേശം ഉളിപ്പ്